ഹലോ ഗൈസ്, എല്ലാവർക്കും സെല്ലുലാർ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളിന് ശേഷമാണ് വീഡിയോ എടുത്തതിന് നമ്മൾ റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൻഡ്രോയിഡിൻ്റെ ട്രിക്സ് ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റ് ട്രിക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് നമ്മൾ കാണാതെ അതുപോലെ തന്നെ കയറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്ലോക്ക്ഡ് സൈറ്റുകൾ കയറാൻ വേണ്ടിയിട്ട് പല കൂട്ടുകാരും VPN പോലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്യുന്ന കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു VPNൻ്റെ സഹായമില്ലാതെ തന്നെ നമ്മുടെ ഈ ഒരു ഫോണിൽ തന്നെ എങ്ങനെ ഈ ഒരു സൈറ്റുകളെല്ലാം കയറാമെന്നാണ് ഫസ്റ്റ് ട്രിക്കിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്നൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ സൈറ്റിൽ കയറുക. സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് ആണോ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ടൊറൻറ്റ് ആണെങ്കിൽ torrent.eu, അതുപോലെ തന്നെ youtube.com, അങ്ങനെ ആ ഒരു ഫുൾ ഫോമായിട്ട് നിങ്ങൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷനായിട്ട് വരുന്നത് നിങ്ങൾക്കൊരു ലിങ്ക് ആയിരിക്കും. ആ ഒരു ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു സൈറ്റിൽ കയറാവുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെർവർ ഡൗൺ ആയതുകൊണ്ടാണ് ഈ എറർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ട്രിക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കോൾ ചെയ്യാൻ പറ്റുന്നൊരു കിഡ്ലൻ ട്രിക്കാണ്. അപ്പോൾ ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്ന ട്രിക്കാണ്. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കിയതിന് ശേഷം ഗ്ലോബ് ഫോൺ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം കോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആരെയാണോ വിളിക്കേണ്ടത് അയാളുടെ നമ്പർ അവിടെ കൊടുക്കുക. അതിനുശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക, കോൾ ചെയ്യുക. ഇപ്പോൾ കോൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൾ പോകുന്ന ആൾക്ക് നിങ്ങളുടെ നമ്പർ അല്ലായിരിക്കും കാണിക്കുന്നത്. അപ്പം അത് വേറൊരാളുടെ നമ്പർ ആയിരിക്കും. അതിപ്പം റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന ഏതെങ്കിലും നമ്പർ ആയിരിക്കും. അപ്പോൾ അവർ തിരിച്ച് വിളിച്ചാലും നമ്മളെ കിട്ടുന്നതല്ല. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫേക്ക് നമ്പറാണെന്ന് വിചാരിച്ചുകൊണ്ട് വേറെ ആരെങ്കിലും വിളിഞ്ഞ് തെറി വിളിക്കുക അങ്ങനെ ഒന്നും ചെയ്യല്. അപ്പോൾ അവർ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ടും ഒന്ന് പൊക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ആ ഒരു കോൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കോളിൽ സംസാരിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നെറ്റ് മാത്രം റീചാർജ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ട്രിക്ക് എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു ട്രിക്കാണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ചെറിയ ഫോണിൽ തന്നെ നമുക്ക് നല്ലൊരു DSLR എഫക്റ്റ് ഉള്ളൊരു വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു കിഡ്ലൻ ട്രിക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല ഫോൺ വേണമെന്നൊന്നുമില്ല. ജസ്റ്റ് ക്യാമറയിൽ പോർട്രേറ്റ് മോഡുള്ളൊരു ഫോൺ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ ക്യാമറ ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം ആ ഒരു പോർട്രേറ്റ് മോഡ് ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിലോട്ടൊന്ന് സ്വിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ഓപ്പൺ ആക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ഇൻബിൽട്ടായിട്ട് ഫോണിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്ക്രീൻ റെക്കോർഡ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റിനെ ജസ്റ്റ് ഫോക്കസ് ആക്കി വെക്കുക. ഫോക്കസ് ആക്കിയിട്ട് നിങ്ങൾ ആ ഒരു സ്ക്രീൻ റെക്കോർഡാക്കി എടുക്കുക. എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ എഡിറ്റ് ചെയ്യാൻ അറിയാവുന്നത് ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷനിലോട്ട് കയറ്റുക. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കൈൻ മാസ്റ്ററാണ്. അപ്പോൾ ആ ഒരു കൈൻ മാസ്റ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് കയറ്റുന്നുണ്ട്. കയറ്റിയതിന് ശേഷം നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് അതൊന്ന് ട്രിം ചെയ്ത് കളയുക. ട്രിം ചെയ്ത് കളഞ്ഞിട്ട് നമുക്കതിനെ ക്രോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു ക്യാമറയുടെ ബട്ടണും അതുപോലെ തന്നെ ആ എഴുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളതെല്ലാം ക്രോപ്പ് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അപ്പം കൈൻ മാസ്റ്ററിൻ്റെ അകത്താണെങ്കിൽ ജസ്റ്റ് ക്രോപ്പിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ സൂം ചെയ്യുമ്പോഴത്തേക്കും അത്രയും ഭാഗങ്ങൾ ക്രോപ്പായിട്ട് പോകുന്നതായിരിക്കും. അവിടെ നമുക്ക് ക്വാളിറ്റി ലോസ് ഒന്നും വരുന്നതല്ല. ജസ്റ്റ് അവിടെ നിന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. ക്രോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ മാറ്റങ്ങൾ, ഇപ്പോൾ ഷാർപ്നെസ് എന്തെങ്കിലും കൂട്ടുകയാണെങ്കിൽ ഷാർപ്നെസ്സും കൂട്ടി, ആ ഒരു കോൺട്രാസ്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് കൂട്ടി, സാച്ചുറേഷനൊക്കെ ജസ്റ്റ് ഒന്ന് കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു വീഡിയോ ഏകദേശം എന്താ ഇതുപോലെ ഇരിക്കും. അടുത്തൊരു ട്രിക്കാണ് സ്ക്രീൻ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് സ്ക്രീൻ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ. അപ്പം നമ്മുടെ ഫോണിലെ സെറ്റിങ്സിൻ്റെ അകത്ത് ആക്സസിബിലിറ്റിക്ക് അകത്ത് കിടക്കുന്നൊരു ഓപ്ഷനാണ് ഈ ഒരു മാഗ്നിഫിക്കേഷൻ. അപ്പോൾ നമുക്കല്ലെങ്കിൽ അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു മാഗ്നിഫിക്കേഷൻ എടുക്കുക, ജസ്റ്റ് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീനിൽ നമ്മൾ 3 വട്ടം ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് സൂം ഇൻ ആവുന്നതായിരിക്കും. അപ്പം നമുക്ക് 2 ഫിംഗർ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ അത് പഴയ ഫോമിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 3 വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെവിടെയാണ് ഉപകാരപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പോലുള്ള ആപ്ലിക്കേഷനിലെല്ലാം DP നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അവരുടെ DP നല്ല ക്ലിയർ ആയിട്ടൊക്കെ കാണണമെന്നും സ്ക്രീൻഷോട്ട് എടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സ്ക്രീൻ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് 3 വട്ടം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പ്രൊഫൈൽ നല്ല വൃത്തിക്ക് കാണാനും സ്ക്രീൻഷോട്ട് എടുക്കാനും ഒക്കെ പറ്റുന്നതാണ്. അതുമാത്രമല്ല PUBG യൂസേഴ്സിനും ഈ ഒരു ട്രിക്ക് കൊണ്ട് ഉപകാരമുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മുകളിലുള്ള ഐ ബട്ടണിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക.
അടുത്തൊരു കിടിലൻ ട്രിക്കാണ് ഗൂഗിൾ ഹാക്ക്. അപ്പോൾ ഈ ഒരു ഗൂഗിൾ ഹാക്കിൽ കൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളുടെ ഒരു ഫോൺ അൺലോക്ക് ആക്കി തന്നു. അപ്പോൾ ആ ഒരു അൺലോക്ക് ആക്കി തന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നേരെ ഗാലറി ഒന്ന് ഓപ്പൺ ആക്കാൻ നോക്കുകയാണ്. ഓപ്പൺ ആക്കാൻ നോക്കുമ്പോഴത്തേക്ക് അത് ഫുള്ള് ലോക്കായി കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രോമിലൂടെ അവരുടെ ഫയൽസ് എല്ലാം ഈസി ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം ഞാൻ ഈ സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതായത് ഫയലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു കോളനിടുക. അതിനുശേഷം 3 സ്ലൈഡ് ബാർ കൊടുക്കുക. അതിനുശേഷം SD കാർഡ് എന്ന് കൊടുത്തതിന് ശേഷം ഒരു സ്ലൈഡ് ബാർ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലായിരിക്കും നിങ്ങൾക്ക് വരിക. അതായത് ഒരു കമ്പ്യൂട്ടറിലൊക്കെ പോലെ തന്നെ നിങ്ങളുടെ ഫയൽ മാനേജറിലുള്ള എല്ലാ ഫയൽസും ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഹൈഡ് ചെയ്തായിക്കോട്ടെ ഹൈഡ് ചെയ്യാത്ത ആയിക്കോട്ടെ എല്ലാ ഫയൽസും ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ക്യാമറയിൽ എടുത്ത ഫോട്ടോ ആയിക്കോട്ടെ, അതുപോലെ തന്നെ വാട്സപ്പിൽ ആരെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഫോട്ടോസ്, വീഡിയോസ്, വോയിസ് എല്ലാം അവർക്ക് ഈസി ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഗാലറി എത്ര ലോക്കാക്കി ഇട്ട് കൊടുത്താലും നിങ്ങളുടെ ഗൂഗിൾ ക്രോം ലോക്ക് അല്ലെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഫയൽസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ലോക്കാക്കി വെക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ബോണസ് ടിപ്പും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ കൊറോണയെ പറ്റി പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. നമ്മൾ ഈ കോൾ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം കൊറോണയെ പറ്റി പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ടൈം ഒത്തിരി വേസ്റ്റായി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേസ്റ്റായി പോകാതിരിക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കീപാഡ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പർ അവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ ഒരു കൊറോണയെ പറ്റി പറയുന്ന എല്ലാം പോകുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ടിപ്പാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും സംശയമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക.